ഇനി നമുക്ക് നേരെ കൊച്ചിയിലേക്ക് പോകാം. അവിടെ തിയോഫിൻ ചേരുന്നുണ്ട്. തിയോഫിൻ, യെസ് തിയോഫിൻ, ഗുഡ് മോർണിംഗ്. അത്ര ഗുഡ് മോർണിംഗ്. യെസ് തിയോഫിൻ, എന്തായാലും കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു കൊട്ടിക്കലാശമൊക്കെ അത്രമേൽ ആവേശത്തിലായിരുന്നു. ഇന്നിപ്പോൾ നിശബ്ദ പ്രചാരണമാണ്. അപ്പോഴും അവസാന വോട്ടും തങ്ങളുടെ പെട്ടിയിലാക്കാനുള്ള നെട്ടോട്ടത്തിൽ തന്നെയാണ് സ്ഥാനാർത്ഥികളും ഒപ്പം തന്നെ മറ്റ് നേതാക്കളും പ്രവർത്തകരും ഒക്കെ ഉള്ളത്. നിശബ്ദ പ്രചാരണമാണ്, അതുകൊണ്ട് വലിയ കോലാഹലങ്ങളൊന്നും ഒന്നും ഇല്ല. എങ്ങനെയൊക്കെയാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? ഭദ്ര, നിശബ്ദ പ്രചാരണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ വൈകുന്നേരം 6 മണിക്ക്, കൃത്യം 6 മണിക്ക് തന്നെ ഈ കൊട്ടിക്കലാശം കഴിഞ്ഞു. പരസ്യ പ്രചാരണമെല്ലാം അവസാനിച്ച് ആ ബഹളങ്ങൾക്കെല്ലാം കൊടിയിറങ്ങി. എന്തായാലും വലിയ ആവേശത്തിലാണ് മുന്നണികൾ. പ്രത്യേകിച്ച് ഇടതു മുന്നണി വലിയ ആത്മവിശ്വാസത്തിൽ കൂടിയാണ്. കാരണം സ്ഥാനാർത്ഥി പ്രഖ്യാപനം മുതൽ തന്നെ കൃത്യമായി ഓരോ ഘട്ടത്തിലും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഒരു പടി മുന്നിൽ തന്നെയായിരുന്നു ഇടതു മുന്നണി. തന്നെയുമല്ല, ഒപ്പം UDF-ലും BJP-യിലും ഒക്കെ ഉണ്ടായിരുന്ന പല പ്രശ്നങ്ങളും അതവർക്ക് വലിയ തിരിച്ചടിയാവുകയും അത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാനായി നേതാക്കൾ നെട്ടോട്ടം ഓടുകയും ചെയ്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സമയങ്ങളിലൊക്കെ ഇടതുമുന്നണി പ്രവർത്തകർ തങ്ങളുടെ ആദ്യഘട്ട പ്രചരണവുമായി മുന്നോട്ട് പോവുകയും ചെയ്തിരുന്നു. എന്തായാലും വിമതശല്യം കോൺഗ്രസിനെ വലിയ രീതിയിൽ തന്നെ ബാധിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ തന്നെ കോൺഗ്രസ് BJP ഡീൽ, ഇതെല്ലാം വലിയ പ്രശ്നമാണ്. അത്തരം പ്രശ്നങ്ങൾക്കിടയിലാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം മുന്നോട്ട് പോകുന്നത്. നാളെയാണ് എറണാകുളം ഉൾപ്പെടെയുള്ള 7 തെക്കൻ ജില്ലകളിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. നാളെ 82 ഗ്രാമപഞ്ചായത്തുകളും 14 ബ്ലോക്ക് പഞ്ചായത്തുകളും 13 നഗരസഭകളും കോർപ്പറേഷനും ഉൾപ്പെടെ, കൊച്ചി കോർപ്പറേഷൻ ഉൾപ്പെടെ 111 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കാണ് നാളെ വോട്ടെടുപ്പ് നടക്കുന്നത്. നവംബർ 14-നാണ് അവസാന വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഈ 26,67,746 വോട്ടർമാരാണ് എറണാകുളം ജില്ലയിലുള്ളത്. ഇതിൽ 12,79,170 പുരുഷ വോട്ടർമാരും 13,88,544 സ്ത്രീ വോട്ടർമാരുമുണ്ട്. 32 ട്രാൻസ്ജെൻഡർ വോട്ടർമാരും ഉൾപ്പെടുന്നു. ഇങ്ങനെ തെരഞ്ഞെടുപ്പിൻ്റെ സുഗമമായ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ജില്ലാ ഭരണകൂടം, ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ പൂർത്തിയാക്കിയിട്ടുണ്ട്. സുഗമമായി തന്നെ തെരഞ്ഞെടുപ്പ് നടക്കും എന്ന് ജില്ലാ കളക്ടർ അറിയിക്കുകയും ചെയ്തു. മൊത്തം പല സ്ഥാപനങ്ങളിലേക്കായി ആകെ ലഭിച്ചത് 7,374 സ്ഥാനാർത്ഥികളാണ് നിലവിൽ മത്സരിക്കുന്നത്. ഇതിൽ 3,547 പേർ പുരുഷ സ്ഥാനാർത്ഥികളും 3,917 പേർ വനിതാ സ്ഥാനാർത്ഥികളുമാണ്. 10,834 നാമനിർദ്ദേശ പത്രികകൾ ആകെ ലഭിച്ചിരുന്നു. അതിൽ നിന്ന് 321 പത്രികകൾ തള്ളുകയും 3,139 പത്രികകൾ പിൻവലിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഏറ്റവും ഒടുവിൽ സ്ഥാനാർത്ഥികളുടെ എണ്ണം 7,374 എത്തിയത്. എന്തായാലും വളരെ ചിട്ടയായ രീതിയിൽ തന്നെ പ്രചാരണ പ്രവർത്തനങ്ങൾ നടന്നിരുന്നു. ഇന്നലെ കൊട്ടിക്കലാശത്തിന് നേതാക്കളൊക്കെ എത്തിയതും ഒപ്പം കൊച്ചിയിൽ കളമശ്ശേരി മേഖലയിൽ P. രാജീവ് പലയിടങ്ങളിൽ എത്തിയതും വലിയ ആവേശമായിരുന്നു. കങ്ങരപ്പടിയിൽ നടന്ന ഈ കൊട്ടിക്കലാശത്തിന് അവസാന മണിക്കൂർ ഏറെ സമയം P. രാജീവ് ഉണ്ടായിരുന്നു. എന്തായാലും വലിയ ആവേശപൂർവ്വം കൊട്ടിക്കലാശത്തിന് സമാപനമായിരിക്കുന്നു. പിന്നീട് ഇങ്ങോട്ടുള്ള മണിക്കൂറുകൾ നിശബ്ദ പ്രചരണത്തിൻ്റെതാണ്. അവസാന വട്ട വോട്ടർമാരെയും പരമാവധി വോട്ടർമാരെ നേരിട്ട് കണ്ട് വോട്ടുറപ്പിക്കാനുള്ളൊരു ശ്രമത്തിലാണ് സ്ഥാനാർത്ഥികൾ. ഒപ്പം പ്രവർത്തകരും സ്ക്വാഡ് വർക്കുമായി സുഗമമായി വളരെ കാര്യമായി തന്നെ രാവിലെ വലിയ പ്രതീക്ഷയും തന്നെയാണ് നേതാക്കളും പ്രവർത്തകരും ഇന്നിപ്പോൾ നിശബ്ദ പ്രചാരണം. കൊച്ചിയിൽ നിന്നുള്ള വിവരങ്ങളാണ് തിയോഫിൻ നൽകിയത്.